പോകാൻ വിട് വഴിയാ ഞാൻ പോലീസിനെ വിളിക്കും. കുറെ കാര്യം പറഞ്ഞേക്കാം. ഇപ്പോ ഈ മുഖ്യമന്ത്രി ഇന്നിപ്പോ സംസാരിച്ചു. സന്ദീപ് വാര്യർ പാണക്കാട് പോയതിനെ അദ്ദേഹം വിമർശിക്കുകയാണ്. പാണക്കാട് പോയതിനെ അദ്ദേഹം പറയാണ് പിന്നെ ഈ സന്ദീപ് വിമർശിക്കാൻ മുഖ്യമന്ത്രിക്ക് അവകാശമുണ്ട്, പോകാൻ അദ്ദേഹത്തിനും അവകാശമുണ്ട്. അത്ര എന്തിനാണ് മഹത്വവൽക്കരിക്കുന്നതാണ് മുഖ്യമന്ത്രി സന്ദീപ് വാര്യർ? മുഖ്യമന്ത്രിയെ പോലത്തെ ആളുകൾ മഹത്വവൽക്കരിക്കാതിരുന്നാൽ മതി. ബാക്കി കാണേണ്ടുന്ന നാളെ അദ്ദേഹം ഒരു UDF-ലേക്ക് വരാൻ, UDF സംവിധാനത്തിലേക്ക് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെ കാണുന്നതിൽ ഒരു തെറ്റുമില്ല. അത് അദ്ദേഹത്തിൻ്റെ എളിമയാണ്, അദ്ദേഹത്തിൻ്റെ വലിമയാണ്. കുറച്ചു മുമ്പ് കെ മുരളീധരൻ ഒരു കാര്യം പറഞ്ഞു, ചില കാര്യങ്ങൾ ഉയർത്തി കാണിച്ച് സന്ദീപിൻ്റെ വരവിനെ എതിർത്തതാണ്. പക്ഷേ UDF-ൽ അദ്ദേഹം എത്തിയത് കെ മുരളീധരനെ പോലും അറിയിച്ചില്ല എന്നൊരു കാര്യം അത് കുറച്ചു മുമ്പ് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. KPCC-യുടെ ഭാരവാഹികൾ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്, ജയന്ത് സംസാരിച്ചിട്ടുണ്ട്, എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. ഉണ്ടോ ഞാൻ പരിശോധിക്കാം. അദ്ദേഹത്തിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഞങ്ങൾ സെറ്റിൽ ചെയ്തോളൂ. ഓക്കെ. മുരളി എല്ലാമാണ്. ഈ പാർട്ടിയുടെ അകത്ത് ഞങ്ങളെ പോലെ തന്നെയാണ് മുരളീധരൻ. ഞങ്ങൾ തുല്യ വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് അദ്ദേഹം. കോൺഗ്രസിൻ്റെ ഒരു ഇന്നവേറ്റബിൾ ഘടകമാണ് മുരളി. ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ താഴ്ത്തിക്കെട്ടാൻ ഞങ്ങൾ ആരെയും സമ്മതിക്കില്ല. ഇത് ഉള്ളിൽ തട്ടി പറയുന്ന കാര്യമാണ്, ആർഗ്യുമെൻറ്റിന് വേണ്ടി പറയുന്നതല്ല. അത് മുരളിക്ക് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം മുഖ്യമന്ത്രി ഇവിടെ സംസാരിക്കുന്നത് ഈ ബാബറി മസ്ജിദ് വിഷയമൊക്കെ ചൂണ്ടിക്കാണിച്ച് എന്തായിരുന്നു സംഘപരിവാർ നിലപാട്, സന്ദീപ് വാര്യർ പോലുള്ളവരുടെ നിലപാട്? ജാംബവാന്റെ കാലത്തുള്ള രാഷ്ട്രീയം പറയാൻ വേറെ പണിയില്ല ഞങ്ങൾക്ക്.